എല്ലാവർക്കും നമസ്കാരം. സെമസ്റ്റർ 1 കേരള യൂണിവേഴ്സിറ്റി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫൈലം മൊളുസ്ക എന്ന് പറഞ്ഞ പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നെടുത്തിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. First question is hemocoel, second one malacology, and third one what is ink sac, and fourth one name the class and genus of tusk shell, and write note on neopilina. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഹീമോസീൽ 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹീമോസീൽ is a primary body cavity that contains the circulatory fluid of arthropods and molluscs. The fluid inside the hemocoel is known as the hemocoelic fluid. അപ്പോൾ ഹീമോസീൽ 1 മാർക്കിന് ചോദിച്ചതാണ്. അപ്പോൾ ഹീമോസീലും സീലോമും തമ്മിൽ മിക്ക കുട്ടികൾക്കും തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ സീലോം എന്ന് വെച്ചാൽ സീലോം ഈസ് എ മേജർ ബോഡി ക്യാവിറ്റി that bounds gastrointestinal tract and various other body organs of annelids to chordates. The fluid inside the coelom is known as the coelomic fluid. എന്നാൽ ഹീമോസീൽ എന്ന് പറയുമ്പോൾ സർക്കുലേറ്ററി ഫ്ലൂയിഡ് ആണ് ആർത്രോപോഡ്സിൻ്റെയും മോളുസ്കൻസിൻ്റെയും. And the next question is the malacology. Malacology is the branch of invertebrate zoology that deals with the study of the mollusca, the second largest phylum of animals in terms of described species after the arthropods. അപ്പോൾ ആർത്രോപോഡിന് ശേഷമുള്ള സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ് ഈ പറഞ്ഞ molluscs. Molluscs include snails and slug, clam, octopus and squid and numerous other kinds, many of which have shells. അപ്പോൾ ഇവയെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ മാലക്കോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ഇങ്ക് സാക്ക്. ദ ഇങ്ക് സാക്ക് ആൻഡ് ബീക്ക്. The cuttlefish is equipped with an ink sac as a final defense against predators. അപ്പോൾ നമുക്കറിയാം കട്ടിൽ ഫിഷിൻ്റെ ഒരു ഡിഫെൻസീവ് ഓർഗൻ, ഒരു ഫൈനലായിട്ടുള്ള ഡിഫെൻസീവ് ഓർഗനകത്ത് കാണുന്ന ഒരു ഇങ്കാണ്. അതൊരു ഇങ്ക് സാക്കിലായിട്ടാണ് കാണുന്നത്. അതിനെ ഇങ്ക് സാക്ക് എന്ന് വിളിക്കുന്നു. ദ ഇങ്ക് ക്യാൻ ബി ഇജക്റ്റഡ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. 2 തരത്തിലാണ് ഇങ്ക് ഇജക്റ്റ് ചെയ്യുന്നത്. വൺ വേ ഈസ് ത്രൂ ദ ഇങ്ക് ബീങ് റിലീസ്ഡ് ആസ് മ്യൂക്കസ് എൻകേസ്ഡ് ഇങ്ക് ബബിൾസ്. അപ്പോൾ മ്യൂക്കസ് വെച്ച് ബബിൾ ചെയ്ത് ഇങ്ക് ബബിൾസ് ആയിട്ടും അത് ആ കട്ടിൽ ഫിഷിൻ്റെ അതേ സൈസുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ പെട്ടെന്ന് അത് ഒരു ഡിഫെൻസീവ് പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ദീസ് കട്ടിൽ ഫിഷ് സൈസ്ഡ് പോക്കറ്റ്സ് ഓഫ് ഇങ്ക് ആൻഡ് മ്യൂക്കസ് ആക്ട് ആസ് ദ ഡിക്കോയിസ് ആൻഡ് വിൽ ആക്ച്വലി ട്രിക്ക് ആൻഡ് കൺഫ്യൂസ് ദ പ്രിഡേറ്റർ വൈൽ ദ കട്ടിൽ ഫിഷ് സ്ലിപ്പ് അവേ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബബിൾ ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഇങ്ക് ഇങ്ങനെ പടരുന്നതോടുകൂടി വെള്ളത്തിൽ ആ പ്രിഡേറ്റർ വളരെ കൺഫ്യൂസ് ആയിട്ട് ആ സമയം കൊണ്ട് കട്ടിൽ ഫിഷ് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ദ കട്ടിൽ ഫിഷ് ക്യാൻ ഓൾസോ ഇജക്റ്റ് ഇങ്ക് ബൈ പ്രൊഡ്യൂസിങ് ആൻ ഇങ്ക് സ്ക്രീൻ വിച്ച് അലൗസ് ദ കട്ടിൽ ഫിഷ് എ ചാൻസ് ടു എസ്കേപ്പ്. ഇത് കൂടാതെ തന്നെ കട്ടിൽ ഫിഷിന് ഒരു ബീക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. മെയ്ഡ് ഓഫ് ദ പ്രോട്ടീൻ കൈറ്റിൻ കൊണ്ടാണ് അത് കാണപ്പെടുന്നത്. ദറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ഇൻസൈഡ് ഓഫ് ഇറ്റ്സ് ബോഡി at the base of its arms and tentacles. The cuttlefish beak looks quite similar to a parrot's beak and it is extremely sharp. It is used for biting other rival cuttlefish and tearing at prey. അപ്പോൾ ഈ 2 മെക്കാനിസമാണ് ഇത് ഡിഫെൻസീവ് മെക്കാനിസം ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കിവിടെ 1 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് ഇങ്ക് സാക്കാണ്. അപ്പോൾ ഇങ്ക് സാക്ക് മാത്രം നമുക്കിവിടെ പറഞ്ഞാൽ മതിയാകും. And the next question, name the class and genus of tusk shell. Tusk shell also called elephant's tusk or elephant's tooth or tooth shell. Any of several marine molluscs of the class Scaphopoda. അപ്പോൾ ക്ലാസ് സ്കാഫോപോഡയിൽ വരുന്ന കാണപ്പെടുന്ന ഒരു പ്രധാന എക്സാമ്പിൾസിൽ ഒന്നാണ് എലിഫൻറ്റ്സ് ടസ്ക് എന്നറിയപ്പെടുന്ന ടസ്ക് ഷെൽ. ദർ ആർ 4 ജനറ ഓഫ് ടസ്ക് ഷെൽ. സാധാരണ 4 ജനറയാണ് അതിലുള്ളത്. ഡെൻഡാലിയം ഈസ് എ ടിപ്പിക്കൽ ആൻഡ് മോസ്റ്റ് കോമൺ ആൻഡ് മോർ ദാൻ 350 സ്പീഷീസ്. അപ്പോൾ ഇതിൽ സാധാരണ കാണുന്ന ടസ്ക് ഷെല്ലിന് എക്സാമ്പിളാണ് ഡെൻഡാലിയം. ആൻഡ് ദ 5th ക്വസ്റ്റ്യൻ, റൈറ്റ് നോട്ട് ഓൺ നിയോപിലിന. നിയോപിലിന ഈസ് നോൺ ആസ് ദ ലിവിങ് ഫോസിൽ ആണ്. ഇറ്റ് ഈസ് ബിലോങ്ങിങ് ടു ദ ക്ലാസ് മോണോപ്ലാക്കോഫോറ. നിയോപിലിന ഇസ് ദ ഒൺലി ജീനസ് ഇൻ ദിസ് എൻറ്റയർ ക്ലാസ്. അപ്പോൾ ക്ലാസ് മോണോപ്ലാക്കോഫോറയിൽ നമ്മൾ മൊളുസ്കയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഒരു ജീനസാണ് നിയോപിലിന.
These creatures were discovered in 1950s while dredging the deep ocean. Specifically, they can be found around South and Central America. ഇതിൻ്റെ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. പ്രയർ ടു 1952 ഓൺലി ഫോസിൽ റെക്കോർഡ്സ് ആണ് ആ സമയത്ത് വരെ ഇതിന് കിട്ടിയിട്ടുള്ളത്. സിംഗിൾ ഷെല്ലായിരിക്കും, ബ്രോഡ് റൗണ്ടഡ് ഫുട്ടാണ്. എവിഡൻസ് ഓഫ് സെഗ്മെൻറ്റേഷൻ നടന്നിട്ടുണ്ട് ഓർഗാനിസത്തിൽ എന്നതിനുള്ളൊരു എവിഡൻസ് കിട്ടിയത് ഈ നിയോപിലിനിൽ നിന്നാണ്. ദേ ഹാവ് 5 to 6 pairs of gills and 8 pairs of foot retractors. This segmentation suggests an ancestral relationship with annelids. അടുത്തതായിട്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ നെയിം ദ ലാർജസ്റ്റ് പേൾ ഓയിസ്റ്റർ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് നോട്ട് ഓൺ നിയോമീനിയ. വാട്ട് ഈസ് റാഡുല? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെയിം എനി ഫോർ ഇക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് മോളുസ്കസ്. ഡിസ്ക്രൈബ് ദ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് മോളുസ്ക. ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് പേൾ കൾച്ചർ. അപ്പോൾ നമുക്ക് നോക്കാം. നെയിം ദ ലാർജസ്റ്റ് പേൾ ഓയിസ്റ്റർ. The largest pearl oyster is the Pinctada maxima, which is roughly the size of a dinner plate. ഇതാണ് largest pearl oyster, Pinctada maxima. And the next question, write note on Neominia. Neominia belonging to the class Solenogastrus. It is a worm-like degenerate marine without mantle, foot or shell. അങ്ങനെ ഫൂട്ടോ ഷെല്ലോ മാൻറ്റിലോ ഒന്നും ഇല്ലാത്ത ഒരു പ്രത്യേകതരം വേം ലൈക്ക് സ്ട്രക്ചറാണ്. ബോഡി ഈസ് കവേർഡ് വിത്ത് എ സ്കിൻ കണ്ടെയ്നിങ് കാൽക്കേരിയസ് പിക്യൂൾസ്. ടിനീഡിയ ആർ ആബ്സെൻറ്റ്. അലിമെൻ്ററി കനാൽ ഈസ് സ്ട്രെയിറ്റ്. ഹെർമാഫ്രോഡൈറ്റ് ആനിമൽ. ഇതാണ് നിയോമീനിയെക്കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റാഡുല? റാഡുല ഈസ് എ ഹാർഡ് റാസ്പിംഗ് സ്ട്രക്ചർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫീഡിങ്. മോളസ്കസ് സാധാരണ ഫീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഹാർഡായിട്ടുള്ള റാസ്പിംഗ് സ്ട്രക്ചറാണ്. ഇറ്റ് ഈസ് സംടൈംസ് കമ്പയർഡ് ടു എ ടങ്. ഇത് നമുക്ക് ടങ്ങിനോട് കമ്പയർ ചെയ്യാം. ഇറ്റ് ഈസ് ലൈക്ക് ടീത്ത്, എ മൈന്യൂട്ട്ലി ടൂത്ത്ഡ് കൈറ്റിനസ് റിബൺ ടിപ്പിക്കലി യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് ഓർ കട്ടിംഗ് ഫുഡ് ബിഫോർ ദ ഫുഡ് എൻറ്റേഴ്സ് ദ ഈസോഫാഗസ്. ഈസോഫാഗസിൽ കയറുന്നതിന് മുമ്പ് ഫുഡ് പാർട്ടിക്കിൾസിനെ ഗ്രൈൻഡ് ഇത് പീസ് ആക്കാനായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ദ റാഡുല ഈസ് എ യുണൈക്ക് ടു molluscus and with the exception of the bivalves. Every class of molluscus has it. അപ്പോൾ നമ്മുടെ ബൈവാൽസ് ഒഴിച്ച് ബാക്കിയുള്ള ഈ ഗ്യാസ്ട്രോപോഡ്സിൽ നമ്മുടെ molluscusൽ കാണുന്ന ഒരു ഫീഡിങ് ഗ്രാസ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പാർട്സാണ് റാഡുല. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എനി ഫോർ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് മോളുസ്കസ്. അപ്പോൾ എക്കണോമിക്കലി ഇമ്പോർട്ടൻസ് മോളുസ്കസിനെ 4 പറയാൻ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം മോളുസ്കസിന് ഒരുപാട് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ മോളുസ്കസ് ആർ ബെനിഫിഷ്യൽ ആസ് വെൽ ആസ് ഹാംഫുൾ ടു ഹ്യൂമൻ. അപ്പോൾ നമുക്ക് ബെനിഫിഷ്യലും ആണ്, അതുപോലെ ഹാംഫുൾനെസ്സും ആണ്. മെയിനായിട്ട് പറയാനുള്ളത് ദേ ആർ യൂസ്ഡ് ആസ് ഫുഡ് ഫോർ ഹ്യൂമൻ, ഏതർ ഈറ്റൻ റോ ഓർ കുക്ക്ഡ്. അപ്പോൾ ഫുഡ് ഐറ്റമായിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഷെൽസ്, ഫ്രഷ് വാട്ടർ മസിൽസിൻ്റെ ഷെൽസ് ബട്ടൺ ഇൻഡസ്ട്രിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒയിസ്റ്ററിൻ്റെ ഷെല്ലാണെങ്കിൽ റോഡ് നിർമ്മാണത്തിൽ ടാറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചില ഒയിസ്റ്റേഴ്സിൽ നിന്ന് വാല്യുബിൾ പേൾസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെ ഒയിസ്റ്റർ പേൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഷെൽസ് ആർ ഓൾസോ യൂസ്ഡ് ഇൻ മേക്കിംഗ് ഓർണമെൻറ്റ്സ്. അപ്പോൾ ഇവയുടെ ഷെൽസ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പേൾസ് ആർ യൂസ്ഡ് ഇൻ ജുവല്ലറി. അതുപോലെ ഇങ്ങനെ കിട്ടുന്ന പേൾസിനെ നമുക്ക് ജുവല്ലറി ആയിട്ട് ഉപയോഗിക്കാൻ എടുക്കുന്നുണ്ട്. അതുപോലെ സം ഹാംഫുൾ മോളുസ്കസ് നമ്മളുണ്ടെന്ന് പറഞ്ഞു. സ്ലഗൊക്കെ അത് ഗാർഡനും കൾട്ടിവേഷനും ഒക്കെ വളരെ നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലൊരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷിപ്പ് വോം ഡാമേജ് വുഡൻ മെറ്റീരിയൽ ലൈക്ക് വുഡൻ പാർട്സ് ഓഫ് ദ ഷിപ്പൊക്കെയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ളതാണ്. Molluscus serves as a food for human as well as for other animals. They are used for pearls and Native American currencies. മുമ്പ് കാലത്ത് കറൻസി ആയിട്ടൊക്കെ യൂസ് ചെയ്തിരുന്നു. Some are used as environmental indicators because their bodies are filled with water. അപ്പോൾ ചിലരെ നമുക്ക് എൻവയോൺമെൻറ്റൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. വേറെ ഏകദേശം 85,000 സ്പീഷീസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ലാർജസ്റ്റ് ഫൈലം തന്നെയാണ്. പിന്നെ ഇവർ പലതരത്തിലുള്ള ജുവൽസിൻ്റെ നിർമ്മാണത്തിനൊക്കെ ഇവരെ സാധാരണ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് പേൾ കൾച്ചർ. പേൾ കൾച്ചർ നമുക്കൊരു 2 മാർക്കിന് ചോദിച്ചാൽ ജസ്റ്റ്
ഒന്ന് എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ പേൾ പ്രൊഡക്ഷനെയാണ് നമ്മൾ പേൾ കൾച്ചർ എന്ന് പറയുന്നത്. പേൾ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഫസ്റ്റ് നമുക്ക് പേൾ പ്രൊഡക്ഷനും പേൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പേൾ പ്രൊഡക്ഷൻ ആദ്യം വേണ്ടത് ഒയസ്റ്റർ സെലക്ട് ചെയ്യുക. നമുക്ക് പേളിനെ കൾച്ചർ ചെയ്യാൻ ആവശ്യമായ നല്ല മെച്ചപ്പെട്ട ഇനം ഒയസ്റ്ററിനെ കളക്ട് ചെയ്യുക. ദെൻ ന്യൂക്ലിയസ് അതിൽ ഇംപ്ലാന്റ് ചെയ്യുക. ദെൻ ആഫ്റ്റർ അതിനെ നർച്ചർ ചെയ്യുക. ദെൻ അതിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. ഇനി പേളിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് സ്ക്രീനിങ് ചെയ്ത് അതിനുശേഷം ഡീഗ്രീസിങ് ചെയ്ത് പിന്നെ ബ്ലീച്ചിങ് നടത്തി പിന്നെ കളറിങ് ചെയ്യുന്നു. അങ്ങനെ ഈ രണ്ട് സെറ്റ് ഓഫ് പ്രോസസ്സ് വഴിയാണ് പേൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ പേൾ പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ പേൾ ഫോർമേഷൻ്റെ പിക്ചറാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 4 മാർക്ക് ക്വസ്റ്റ്യൻസ്. വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേൾ 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് പേൾ കൾച്ചർ, അതേപോലെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് മൊളുസ്കസ് നമ്മളത് ഡിസ്കസ് ചെയ്തു. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഓഫ് കൈറ്റൺ, എൻലിസ്റ്റ് ദ ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് ഫൈലം മൊളുസ്ക, ഗീവ് ദ ക്യാരക്ടേഴ്സ് ഓഫ് കൈറ്റൺ, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇല്ലസ്ട്രേറ്റ് ദ സ്ട്രക്ചർ ഓഫ് പേൾ, ഹൗ ഡസ് ഇറ്റ് ഫോം നാച്ചുറലി. ഇനി ഇതിൽ നിന്ന് ചോദിക്കാവുന്ന 15 മാർക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ദി ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് മൊളുസ്ക ആൻഡ് ആഡ് എ നോട്ട് ഓൺ പേൾ കൾച്ചർ. ഡിസ്ക്രൈബ് ദ വേരിയസ് ക്ലാസ്സസ് അണ്ടർ ഫൈലം മൊളുസ്ക. അപ്പം ഈ 2 എസ്സേ ക്വസ്റ്റ്യനാണ് ഇതിൽ നിന്ന് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത 1 മാർക്ക് 2 മാർക്ക് 4 മാർക്സ് ഈ 15 മാർക്ക്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ് ചെയ്യാതെ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ഈ 4 മാർക്കിൻ്റെയും 15 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.